നമ്മൾ ഇസ്ലാമിക സാമ്പത്തിക വിഷയങ്ങളിലെ പല അധ്യായങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അവരുടെ സന്താനങ്ങൾക്ക് വേണ്ടി നിർബന്ധ ചെലവുകൾക്ക് പുറമെ നൽകുന്ന ഔദാര്യങ്ങൾ, സംഭാവനകൾ, അത്തരം വിഷയങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. അവിടെ പാലിക്കേണ്ട അച്ചടക്ക നടപടികൾ, അത്തരം അച്ചടക്കങ്ങൾ പാലിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, അപകടങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായം, വളരെ കുറഞ്ഞ സമയമാണ് നമുക്കുള്ളത്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതും അറിയേണ്ടതുമാണ്. പലപ്പോഴും ഇതൊന്നും നമ്മൾ കേൾക്കാറ് പോലുമില്ല. വലിയ കിതാബ് ഓതുന്ന പണ്ഡിതന്മാർ പോലും ഗൗനിക്കാത്ത വിഷയം, പിന്നെ സാധാരണക്കാരത് പറയണോ? അത്തരം വിഷയങ്ങളാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ട് പഠിക്കാൻ വേണ്ടി, നിങ്ങൾ ആരുടെയും സമയം കൊല്ലാൻ വേണ്ടിയോ സമയം കളയാൻ വേണ്ടിയോ നമുക്ക് അതിനൊന്നും താല്പര്യമില്ല, അതിന് സമയമില്ല. വേറെ തന്നെ എനിക്കിവിടെ നിസ്കാരം കഴിഞ്ഞ് പോയാൽ എനിക്ക് വേഗം എൻ്റെ പരിപാടിയിലേക്ക് പോകാം. പക്ഷേ 4 ആളുകൾക്ക് എന്തെങ്കിലും അറിവ് ലഭിച്ചുകൊട്ടെ എന്ന് കരുതിയിട്ടാണ് ഒരു 2-3 മിനിറ്റ് കൂടിപ്പോയാലും ഇവിടെ സംസാരിക്കുന്നത്. മാത്രമല്ല, മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരം സംസാരങ്ങൾ കേൾക്കാൻ സാധ്യതയും കുറവാണ്. അപ്പം ഈ ഒരു പരിഗണന സംസാരം കേൾക്കുന്നവർക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇന്ന് ഇസ്ലാമിക സാമ്പത്തിക വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് വസിയ്യത്ത് എന്ന് പറയുന്ന ഒരു വിഷയം. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് തൻ്റെ സമ്പത്തിൽ നിന്ന് 1/3 ഭാഗം തൻ്റെ മരണശേഷം അനന്തരാവകാശികളല്ലാത്ത ആളുകൾക്ക് തൻ്റെ സമ്പത്തിൽ നിന്ന്, അനന്തരാവകാശികൾ എന്തായാലും അവർക്കുള്ളത് അവർ കൊണ്ടുപോകും, അത് അള്ളാഹ് കൊടുത്തതാ, അത് തടയാൻ നമുക്ക് അധികാരമില്ല. എന്നാൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ, അത് വാപ്പയാവട്ടെ, ഉമ്മയാവട്ടെ, മക്കളാവട്ടെ, ഭാര്യമാരാവട്ടെ, അവർക്കാർക്കും തൊടാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ അനന്തരത്തിൽ എനിക്ക് നിർവഹിക്കാവുന്ന ഒരു അവകാശം ഉണ്ട്. അത് അള്ളാഹു എനിക്ക് തന്നതാ. അത് ജീവിച്ചു തീരുന്നതിൻ്റെ മുന്നേ, മരിക്കുന്നതിൻ്റെ മുന്നേ രേഖപ്പെടുത്തി വെക്കാനുള്ള അവകാശം എനിക്ക് അള്ളാഹ് തന്നിട്ടുണ്ട്. അത് 1/3 പറ്റും. ഒരാൾക്ക് 900 രൂപയുണ്ടെങ്കിൽ 300 രൂപ അദ്ദേഹത്തിന് തീരുമാനിക്കാം മരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ വസിയ്യത്ത്. പിന്നെ വസിയ്യത്തിന് വ്യാപകമായ ഒരു അർത്ഥത്തിൽ വേറെ പറയുന്നുണ്ട്. അതെന്ത്? അത് സാമ്പത്തിക വിഷയമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ത്വാഅത്തിലും തഖ്വയിലുമായിട്ട് എൻ്റെ സന്താനങ്ങളും എൻ്റെ സന്താന പരമ്പരയിൽ വരുന്നവരും ഖിയാമത്ത് നാൾ വരെ ജീവിക്കണം. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത, അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടപ്പെടാത്ത ഒരു സംഗതി നിങ്ങളാരും എൻ്റെ ഈ വീട്ടിൽ ചെയ്യരുത്, എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവരുത്. ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്തുമായിട്ട് നടക്കാൻ പാടില്ല. അതിൽ ഉള്ള വസിയ്യത്തുണ്ട്. അത് പ്രധാനമാണ്. പക്ഷേ എൻ്റെ വിഷയം ഇന്നതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. എങ്കിലും ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇപ്പം പ്രത്യേകിച്ച് കാലം വളരെ മോശമായിക്കൊണ്ടിരിക്കുക. മരിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് മരിച്ചു പോയാൽ പറ്റൂല. മറിച്ച് മരിച്ചുപോയ എനിക്ക് മക്കളുണ്ട്, കുട്ടികളുണ്ട്, എൻ്റെ സമ്പത്ത് കൊണ്ട് പന്താടുന്നവരുണ്ട്, എൻ്റെ ഭാര്യമാരുണ്ട്, എൻ്റെ കുടുംബക്കാർ പലരുമുണ്ട്. അവരിങ്ങോട്ട് വന്ന് കയ്യേറും. അള്ളാഹുവിന് പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലേ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൊരുത്തപ്പെടുന്നതാണോ, അതൊന്നും നോക്കലോ അല്ല വിഷയമല്ല. നാട്ടു നടപ്പെന്താണ്, അതൊക്കെ അങ്ങ് ചെലവാക്കണം എന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഒരാൾ മരിച്ചു പിരിയുമ്പോൾ അയാളെ മനസ്സിൽ ബോധം വേണം. ഞാൻ മരിച്ചാൽ ഇപ്പോൾ ഇവരെന്തൊക്കെ കാട്ടും, ഇവിടെ ഞാൻ മരിച്ചാൽ ഇവരിവിടെ എന്തൊക്കെ കാട്ടും. 3ൻ്റെ അന്ന് ചാവടി എന്തരുണ്ടാക്കും, കണ്ണോക്ക് എന്ന് പറഞ്ഞിട്ട് ഉറപ്പാണ് ഉണ്ടാക്കും. കാരണം നാട്ടു നടപ്പാണ്. 7ൻ്റെ അന്ന് വേറെ ഉണ്ടാക്കും, 40ൻ്റെ അന്ന് വേറെ ഉണ്ടാക്കും, ആണ്ടിൻ്റെ അന്ന് വേറെ ഉണ്ടാക്കും. അപ്പോൾ ഉറപ്പല്ലേ? ഉറപ്പാണ്. പിന്നെ നാട്ടിലെ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ഓല വക ഒരു പെട്ടിയും കേബിനും മൈക്ക് സെറ്റും ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ട് ഓൾക്ക് പറയാനുള്ളതും പാടാനുള്ളതും തിന്നാനുള്ളതും മണപ്പിക്കാനുള്ളതും എല്ലാം പാസ്സാക്കും. അത് ഉറപ്പാണ്, നാട്ടിൽ നടക്കും. എൻ്റെ മയ്യത്ത് വെച്ചിട്ടും കളിക്കും. അപ്പം അത് പാടില്ലാത്ത സംഗതിയാണ്. അത് എൻ്റെ മയ്യത്തിൻ്റെ പേര് നടത്തരുത് എന്ന് ജീവിച്ചിരിക്കുന്ന അനന്തരാവകാശികളെ വിളിച്ചുകൊണ്ട് വസിയ്യത്ത് ചെയ്യണം. മക്കളെ വിളിച്ചുകൊണ്ട് പറയണം, മക്കളെ, നമ്മളെ അയലക്കത്തെ എല്ലാ വീട്ടിലും ചാവടിയന്തരമുണ്ട്, കണ്ണോക്കുമുണ്ട്, ഏടും ബൈത്തും മാലയുമായിട്ട് ആളുകൾ വരും, അവർക്ക് കൈമടക്ക് ആവശ്യപ്പെടും. ഇന്ന് ഞാൻ കേട്ടു
ഇന്ന് ഞാൻ കേട്ടു ഒരാൾ മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനന്തരാവകാശി പറയാണ്, ആൾക്കാർ വന്നിട്ട് ഓതാൻ വന്നോൽക്ക് പൈസ വാങ്ങി, 2-3 ആൾക്കാർ ഓതാൻ വന്നിട്ടില്ല, ഒരു തിരക്കിൽ പോയതാ, അതുകൊണ്ട് ഓൽക്കുള്ള പൈസയും കൂടി വേണമെന്ന് ചോദിച്ചു വാങ്ങിയത് ഇന്ന് രാവിലെ എൻ്റെ ചോട്ടിൽ കേട്ടതാ. ഈ പണ്ഡിതന്മാരെ കുറിച്ച് വല്ല മതിപ്പും നാട്ടുകാർക്ക് ഉണ്ടാവുമോ? കോലത്തിലായാലും നട്ടലില്ലാത്തത് കൊണ്ടാണ്. നട്ടലുള്ളവരെ മുമ്പിൽ നടക്കൂല. അപ്പം അതുകൊണ്ട് മരിക്കുന്നതിന് മുന്നേ ഇതൊക്കെ പറയണം. എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഉണ്ടാവരുത്. എൻ്റെ വീട്ടിൽ ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് പോകുന്ന കുടുംബമാകണം നമ്മുടെ കുടുംബം. അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടപ്പെടാത്തത് ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല. സൂറത്തുൽ ബഖറയുടെ 133 അള്ളാഹുവിൻ്റെ റസൂൽ യാക്കൂബ് നബി അലൈഹിസ്സലാം വിളിച്ചുകൊണ്ട് പറഞ്ഞ വസിയത്തുണ്ട്. അം കുന്തും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗതു ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. യാക്കൂബ് നബിക്ക് മരണമാസന്നമായ സമയത്ത് തൻ്റെ കുട്ടികളെല്ലാം അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ആ കുട്ടികൾക്ക് വസിയത്ത് പറഞ്ഞു കൊടുത്തു. നബിയേ, നിങ്ങൾക്ക് അത് അറിയുമോ? നിങ്ങളതിന് സാക്ഷിയല്ല, ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെ മുന്നേ കഴിഞ്ഞു പോയ യാക്കൂബ് നബി മരണത്തോട് മല്ലിടുമ്പോൾ മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് മാ തഅബുദൂന മിൻ ബഅദി. നമ്മളെ നാട്ടിൽ അമ്പലത്തിൽ പോകുന്നവരുണ്ട്, ചർച്ചിൽ പോകുന്നവരുണ്ട്, നിങ്ങൾ എവിടെ പോകും? നമ്മളെ നാട്ടിൽ പലതിനെയും ആരാധിക്കുന്നവരുണ്ട്, നിങ്ങൾ ആരാധിക്കും? മാ തഅബുദൂന മിൻ ബഅദി. ഖാലൂ, ആ മക്കൾ പറഞ്ഞു, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ. പിതാവേ, നിങ്ങളെ വല്യാപ്പ ഇബ്രാഹീമിൻ്റെയും വല്യാപ്പ ഇസ്മായിലിൻ്റെയും ഇസ്ഹാഖിൻ്റെയും അള്ളാഹു ആരാണോ, ദൈവം ആരാണോ, ആ അള്ളാഹുവിന് മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളായിട്ട് ജീവിക്കും എന്ന് വാപ്പക്ക് വാക്ക് കൊടുക്കുകയാണ്. ഈ സംഭവം സൂറത്തുൽ ബഖറയുടെ 133 അള്ളാഹു തആല പറയാ. ഇതും മറ്റു പല ആയത്തുകളും ഹദീസുകളും തെളിവാക്കിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, മരിക്കുന്നതിൻ്റെ മുമ്പ്, മരിക്കുന്നതിൻ്റെ മുന്നേ എന്ന് പറഞ്ഞാൽ രോഗം പിടിപെട്ട് ICUവിൽ കിടക്കുമ്പോഴൊന്നും അർത്ഥമില്ല. കാരണം മരണം എപ്പോഴാണ് വരുമെന്ന് ആർക്കും അറിയില്ല. ആരോഗ്യ ദൃഢഗാത്രരായ ആളുകൾ പക്ഷാഘാതമേറ്റുകൊണ്ട് നിലത്ത് കുഴഞ്ഞു വീണ് മരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും വസിയത്ത് ചെയ്യണം, എപ്പോഴും മക്കളെ വിളിച്ചു പറയണം. എന്തും സംഭവിക്കാം, ഏത് സമയത്തും സംഭവിക്കാം. നിങ്ങൾ ആർമാദിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ജീവൻ പിടിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് മക്കളെ വിളിച്ചുകൊണ്ട് പറയാ, അതൊന്നും വേണ്ട മക്കളെ, എൻ്റെ മയ്യത്ത് വീട്ടിൽ നിന്ന് എടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളെ എങ്ങനെയാണ് എടുത്തു കൊണ്ടുപോയത്, അവിടുത്തെ ഭാര്യമാരെ എങ്ങനെയാണ് കൊണ്ടുപോയത്, അവിടുത്തെ മക്കളെ, ആൺകുട്ടികൾ എല്ലാവരും റസൂലുള്ളാഹിന്റെ കാലത്ത് മരണപ്പെട്ടു പോയവരാണ്. പെൺകുട്ടികളിൽ ഒരു കുട്ടിയല്ലാത്ത കുട്ടികൾ മുഴുവനും ജീവിതകാലത്ത് മരണപ്പെട്ടു പോയവരാണ്. എങ്ങനെയാണ് അവരുടെ ജനാസ കൊണ്ടുപോയത്? അതുപോലെ കൊണ്ടുപോയാൽ മതി. നാട്ടിലെ നടപ്പൊന്നും എന്നെ ബാധിക്കുന്നില്ല, നിങ്ങൾ ചെയ്യരുത് എന്ന് കൃത്യമായി അത്തരം വിഷയങ്ങൾ വസിയത്ത് പറയണം. അങ്ങനെ പറയാതെ പോയാൽ, അങ്ങനെ പറയാതെ നാട്ടിൽ ഇത്തരം അനാചാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് വസിയത്ത് ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയും നാട്ടിലെ അനാചാരങ്ങൾ നിങ്ങളെ വീട്ടിൽ കയറിക്കൂടുകയും നിങ്ങളെ വീട്ടിൽ ആളുകൾ വന്നുകൊണ്ട് നടത്തല്ലേ, ഏടുങ്ങട്ടെടുത്തൂടി നമ്മൾ ഇരിക്കുക എന്ന് പറഞ്ഞ് ഹൈജാക്ക് ചെയ്യും. ഇവർ ഹൈജാക്ക് ചെയ്യും, കയ്യേറ്റം നടത്തും. കാരണം മരിച്ച വീട്ടിൽ എല്ലാവർക്കും പേടിയാണ്, ആരും ഒന്നും പറയില്ല. ഞാൻ ഇന്നൊരു മരിച്ച വീട്ടിൽ പോയി വരിക, അവിടെ നടന്നത് എനിക്കറിയാം. മരിച്ച വീട്ടിൽ ഗുണ്ടായിസം കളിക്കും. അതുകൊണ്ട് നട്ടല് നിവർത്തി നിന്ന് കിതാബും സുന്നത്തും വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഈ സമുദായത്തിൽ ഇല്ലാതിരുന്നാൽ എല്ലാ ഫിത്തനയും ഫസാദും വരും. അതുകൊണ്ട് അങ്ങനെ തിന്മ നിങ്ങളെ വീട്ടിൽ നടമാടുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളെ ഖബറിൽ വരും. ഇന്നല്ലാഹ ലയുഅദ്ദിബു അൽ മയ്യിത ഫീ ഖബ്രിഹി. എന്തിന്? ബിബുകാഇ അഹ്ലിഹി. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, ഇന്നൽ മയ്യിത ലയുഅദ്ദബു, മയ്യത്തിനെ ഖബറിൽ ശിക്ഷിക്കപ്പെടും. ഇന്നൽ മയ്യിത ലയുഅദ്ദബു ഫീ ഖബ്രിഹി, മയ്യത്തിനെ ഖബറിൽ ശിക്ഷിക്കപ്പെടും. എന്തേ? നിസ്കരിക്കാത്തതുകൊണ്ടാണോ? അല്ല. നോമ്പെടുക്കാത്തതുകൊണ്ടാണോ? അല്ല. അവൻ കള്ളു കുടിച്ചുകൊണ്ടാണോ? അല്ല. പിന്നെയോ ബിബുകാഇ അഹ്ലിഹി ബഅദ മൗതിഹി, അവൻ മരിച്ചു പോയതിൻ്റെ ശേഷം അവൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി ആർപ്പ് വിളി കൂട്ടിയതിൻ്റെ കാരണത്താൽ മയ്യത്തിനെ വീട്ടിൽ ഖബറിൽ ശിക്ഷിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുകയാണ്. അതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, ഞാൻ മരിച്ചിട്ട് ആരെങ്കിലും ആൾക്കാർ കരയുന്നതിന് എനിക്ക് കുറ്റം കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ?
അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നാട്ടിൽ ഒരു അനാചാരം ഉണ്ടാവുകയും ആ അനാചാരം എൻ്റെ കുടുംബത്തിലും നടമാടുകയുമെന്ന് എനിക്ക് തോന്നുകയും എന്നിട്ടും ഞാൻ എൻ്റെ അനന്തരാവകാശികളെ അത്തരം തിന്മയിൽ നിന്ന് തടയാതെ മൗനം ദീക്ഷിച്ചുകൊണ്ട് മരിച്ചു പോവുകയും ചെയ്താൽ അവിടെ നടക്കുന്ന തമ്മാടിത്തരങ്ങൾക്കൊക്കെയും 1% ഇവൻ്റെ ഖബറിലേക്ക് ശിക്ഷയായി അവതരിക്കും. വളരെ ഗൗരവമുള്ള വിഷയമാണിത്, ചെറുതായി കാണാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലഘട്ടത്തിൽ ഒരു പ്രഭാഷണം നടത്തി. അപ്പോൾ സഹാബികൾ ചോദിച്ചു, നബിയെ കഅന്നഹ മൗഇളത്തു മുവദ്ദിഅ, ഇത് മരിക്കാൻ പോകുന്ന ഒരാളുടെ പ്രസംഗം പോലെ ഉണ്ടല്ലോ. ഫഔസിനാ, അതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് വസിയത്ത് തരണം. മരിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ വസിയത്ത് കൊടുക്കണം. മരിക്കാൻ പോകുമ്പോൾ എന്തായാലും കൊടുക്കണം. റസൂലുള്ള ഒരു കിടിലൻ പ്രസംഗം പ്രസംഗിക്കുകയാണ്. പള്ളിയിൽ വെച്ചുകൊണ്ടാണോ എവിടെയാണെന്ന് എനിക്കറിയില്ല. സഹാബികൾ പറഞ്ഞു, നബിയെ ഇത് സാധാരണത്തെ പ്രസംഗമല്ലല്ലോ, അങ്ങ് മരണത്തിലേക്ക് പോവുകയാണോ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഫൗസിനാ, ഞങ്ങൾക്ക് വസിയത്ത് തരണം. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഊസീകും ബിത്തഖ്വല്ലാഹ് വസ്സമഇ വത്ത്വാഅ ഫമൻ യഇശ് മിൻകും ബഅദി فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين من بعدي عضوا عليها وتمسكوا بها. നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു, ഊസീകും ബിത്തഖ്വല്ലാഹ്, നിങ്ങളോട് അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിക്കാൻ ഞാൻ വസിയത്ത് ചെയ്യുന്നു. വസ്സമഇ വത്ത്വാഅ, ഭരണാധികാരികൾക്ക് അനുസരിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യുന്നു. അത് ഏത് ഭരണാധികാരിയാണെന്നുള്ളതൊന്നും ഇപ്പം ഞാനിവിടെ പറയുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ കാലശേഷം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് ഫഅലൈക്കും ബിസുന്നത്തി, അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇയാൾ അങ്ങനെ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒന്നായിട്ട് പോയാൽ മതിയല്ലോ. പോരാ, അലൈക്കും ബിസുന്നത്തി, ഞാൻ എന്താ പറഞ്ഞത് നോക്കണം. അയാൾ എന്താ പറഞ്ഞത്, ഇയാൾ എന്താ പറഞ്ഞത് എന്ന് നോക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഞാൻ എന്താ പറഞ്ഞത് എന്ന് നോക്കിയിട്ട് അതിനെ മുറുകെ പിടിക്കണം. അള്ളു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. വതമസ്സകൂ ബിഹാ, കൈകൊണ്ട് മുറുകെ പിടിക്കണം, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം, പിടിവിടാൻ പാടില്ല. അങ്ങനെ നിൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തുകൊണ്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ള വേറെ ഒന്നും വസിയത്ത് ചെയ്തിട്ടില്ല, സമ്പത്ത് വസിയത്ത് ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുമ്പോൾ വസിയത്ത് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ? അതുകൊണ്ട് സമ്പത്ത് വസിയത്ത് ചെയ്തിട്ടില്ല. പിന്നെ ചില്ലറ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും ഒരാൾക്കും അനന്തരം എടുക്കാനും പറ്റൂല. മാ തറക്നാഹു സ്വദഖത്തുൻ ലാ നൂറസു, നമ്മളത് അനന്തരമല്ല. അതുകൊണ്ട് വസിയത്ത് ചെയ്യുന്ന ഒരു വിഷയം തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിഷയത്തിലില്ല. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള സഹാബികളിൽ പലരും വസിയത്ത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായി നിന്ന് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു, മാ ഹഖ്ഖു ഇംറിഇൻ മുസ്ലിമിൻ ലഹു ശൈഉൻ യൂസി ഫീഹി യബീതു ലൈലതൻ ഔ ലൈലതൈനി, വേറെ റിപ്പോർട്ടിലുണ്ട് ഔ സലാസ ഇല്ലാ വവസിയതുഹു മക്തൂബത്തുൻ ഇൻദഹു. ഒരു മുസ്ലിമായ മനുഷ്യന് അഭികാമ്യമല്ല, അവന് അനുയോജ്യമല്ല, ഒന്നോ അവന് വസിയത്ത് ചെയ്യാൻ ആവശ്യമായ സമ്പത്ത് കയ്യിലുണ്ടായിരിക്കെ 1-2 ദിവസം വസിയത്ത് രേഖപ്പെടുത്താതെ കിടന്നു ഉറങ്ങൽ അവന് അഭികാമ്യമല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തയാളാണ്. അദ്ദേഹം പറയുന്നു, മാ മറത്ത് അലയ്യ ലൈലത്തുൻ മുൻദു സമീതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ദാലിക ഇല്ലാ വസിയത്തി ഇൻദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന്, ശറഫാക്കപ്പെട്ട വായിൽ നിന്ന് ഈ ഒരു കൽപ്പന കേട്ട അന്ന് മുതൽ ഒരു രാത്രിയിൽ പോലും വസിയത്ത് ഇല്ലാതെ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. ഒരു രാത്രിയിൽ പോലും, മാമറത്ത് അലയ്യ ലൈല, ഒരു രാത്രി പോലും എനിക്ക് കഴിഞ്ഞു പോയിട്ടില്ല. എൻ്റെ വസിയത്ത് കൃത്യമായിട്ട് എനിക്കറിയാം. എൻ്റെ കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റെ വസിയത്താണ്, ഞാൻ മരിച്ചാൽ അത് പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 180-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഹളറ അഹദകും കുതിബ അലൈക്കും ഇദാ ഹളറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറൻ അൽ വസിയത്തു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ. അനന്തരാവകാശത്തിൻ്റെ നിയമങ്ങൾ സൂറത്തുൻ നിസാഇൻ്റെ 11-12 സൂക്തങ്ങളിലൂടെ അള്ളാഹു അവതരിപ്പിക്കുന്നതിൻ്റെ മുമ്പ് സൂറത്തുൽ ബഖറയുടെ 180-ാമത്തെ സൂക്തത്തിൽ അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട് വസിയത്തിന്റെ നിയമം. അതിൽ അള്ളാഹ് പറഞ്ഞു, വിശ്വാസികളെ, നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും മരണം ആസന്നമായാൽ, ഇദാ ഹളറ എന്നാ പറഞ്ഞു,
ഇതാ ഹലറ എന്ന് പറഞ്ഞാൽ മരണം ഉറപ്പായിട്ടും വരും. ഉറപ്പായിട്ട് വരുന്ന സംഗതിയുടെ അവിടെയാണ് അറബി ഭാഷയിൽ ഇതാ എന്ന് പറയുക. നിങ്ങൾക്ക് മരണമാസന്നമായാൽ കുത്തിബ അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് കൽപ്പിക്കുന്നു, നിങ്ങളോട് കൽപ്പിക്കുന്നു. എങ്ങനെയാണെങ്കിൽ ഇൻ തറക ഖൈറൻ, ഇൻ തറക്ക, പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. നിങ്ങൾക്ക് മരണം എന്ന ഉറപ്പായ സംഗതി വന്നാൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. നിർബന്ധം എന്നൊക്കെ പറഞ്ഞാൽ അതിന് പല അർത്ഥമുണ്ട്. കുത്തിബ ഇൻ തറക്ക, അവൻ വല്ലതും ഉപേക്ഷിച്ചു പോയാൽ, അവിടെ ഇൻ എന്ന അക്ഷരമാണ് ഉപയോഗിച്ചത്. ആദ്യം ഉപയോഗിച്ചു കൊടുത്ത് ഇതാ എന്നാണ്. രണ്ടും ഒറ്റവാക്കിൽ ഒരേ അർത്ഥമാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. ഇൻ തറക്ക എന്ന് പറഞ്ഞാൽ അവൻ വല്ലതും ഉപേക്ഷിച്ചിട്ട് പോയാൽ, കാരണം എല്ലാവരും ഉപേക്ഷിച്ചിടുന്ന ഉറപ്പില്ല. ഉറപ്പില്ലാത്ത സ്ഥലത്ത് ഇൻ എന്ന് പറയും, ഉറപ്പുള്ള സ്ഥലത്ത് ഇതാ എന്ന് പറയും. ഇതാണ് അറബി ഭാഷയുടെ ഫിലോസഫി. അങ്ങനെ തന്നെ അള്ളാഹ് പറഞ്ഞു, ഇൻ തറക ഖൈറൻ അൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖ്റബീന ബിൽ മഅറൂഫ്. മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും വസിയ്യത്ത് ചെയ്യണം. ബിൽ മഅറൂഫ് ഹഖ്ഖൻ അലൽ മുത്തഖീൻ, അത് ദൈവഭക്തരായ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരുടെ മേലിലുള്ള അവകാശമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് അനന്തരാവകാശ നിയമം വരുന്നതിൻ്റെ മുമ്പുള്ള നിയമമാണ്. അനന്തരാവകാശ നിയമം വരുന്നത് മദീനയിൽ വെച്ചുകൊണ്ടാണ്. അനന്തരാവകാശ നിയമം വരുന്ന കാലത്തിന് മുമ്പ് അറബികളുടെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതെന്താ? ഒരാൾ മരിച്ചാൽ അയാളെ സ്വത്ത് മുഴുവനും മക്കൾ കൊണ്ടുപോകും, മക്കൾക്ക് മാത്രം, വേറെ ആർക്കുമില്ല. എന്നാൽ ബാപ്പക്കും ഉമ്മക്കും അനന്തരമില്ല. പിന്നെ ബാപ്പക്കും ഉമ്മക്കും വേണ്ടി വസിയത്ത് ചെയ്യും, എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നു. വാപ്പക്കും ഉമ്മക്കും വേണ്ടി വസിയത്ത് ചെയ്യണം. ഒരു കാരണം അതാണ്. മറ്റൊരു കാരണം നിങ്ങൾക്കറിയാം, സഹാബികളിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളുടെയും മാതാപിതാക്കൾ ഇസ്ലാമിലേക്ക് വന്നവരല്ല, അല്ലേ? സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളുടെയും മാതാപിതാക്കൾ മുസ്ലിമീങ്ങളല്ല. അപ്പോൾ ഈ സഹാബികൾ മരിക്കുമ്പോൾ മാതാപിതാക്കൾ കാഫിരീങ്ങളാണ്. കാഫിരീങ്ങളായ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നു. ഈ സഹാബികൾക്ക് മുസ്ലിമീങ്ങളായ മക്കളുണ്ട്. അപ്പോൾ കാഫിരീങ്ങൾ അനന്തരമെടുക്കൂല. ഇപ്പോൾ കാഫിർ എന്നുള്ള പദം തന്നെ ചിലപ്പോൾ വിവാദമാക്കുന്നുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഞാൻ ഏതായാലും തിരിയാൻ വേണ്ടിയിട്ട് പറയാം. അങ്ങനെ പേടിച്ച് കൂസേണ്ട യാതൊരു കാര്യം നമുക്കില്ല. നമ്മൾ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നത് നമുക്കറിയാം, നമ്മെക്കുറിച്ച് അറിയുന്നവർക്കും അറിയാം. കാഫിരീങ്ങളായ മാതാപിതാക്കളുണ്ട്, മുസ്ലിമീങ്ങളായ മക്കളുമുണ്ട് സഹാബികൾക്ക്. അങ്ങനെയുള്ള സഹാബികൾ മരിച്ചു പോകുമ്പോൾ ആ സ്വത്തുനിന്നിപ്പോൾ ബാപ്പക്കും ഉമ്മക്കും ഒന്നും കിട്ടൂല. കാരണം കാഫിരീങ്ങളാണ്. രണ്ട് മതം. ഇസ്ലാം കാഫിരീങ്ങൾക്ക് അനന്തരം കൊടുക്കൂല, കാഫിരീങ്ങളുടെ അനന്തരം മുസ്ലിമീങ്ങൾക്കും എടുക്കാൻ പാടില്ല. അതാണ് അനന്തരത്തിൻ്റെ നിയമം. അപ്പോൾ മാതാപിതാക്കൾക്കൊന്നും കിട്ടൂല, കാരണം ഒരു മുസ്ലിം അല്ല. എന്നാൽ മക്കൾ മുസ്ലിമീങ്ങളാണ്, മക്കൾക്ക് കിട്ടും. ഇത് ഒരു നല്ല കീഴ്വഴക്കമല്ല. അള്ളാഹുവിനറിയാം, ഓല് മുസ്ലിങ്ങളല്ലെങ്കിലും നിങ്ങളെ ബാപ്പാരല്ലേ, നിങ്ങളെ ഉമ്മമാരല്ലേ, അനന്തരം കൊടുക്കാൻ പാടില്ല. ശരി തന്നെയാണ്, അത് നിങ്ങൾ കൊടുക്കാൻ പാടില്ല. പക്ഷേ അവർക്ക് നിങ്ങൾ എന്തെങ്കിലും നീക്കി വെക്കണം. അവർ നിങ്ങളെ മാതാപിതാക്കളാണ്. അവർ കാഫിരീങ്ങളാണെങ്കിലും നിങ്ങളെ മാതാപിതാക്കളാണ്. ഒരു പക്ഷേ എന്തെങ്കിലും കിട്ടിയതിൻ്റെ കാരണത്തിലെങ്കിലും അവർ ഇസ്ലാമിലേക്ക് വന്നാൽ അങ്ങനെ, നീ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ബാപ്പയോടും ഉമ്മയോടും മര്യാദക്ക് വർത്തിക്കണം. അവരാദർശവും അവരെ മതവും അവിടെ പ്രശ്നമല്ല. അതുകൊണ്ടാണ് അനന്തരാവകാശ നിയമം വരുന്നതിന് മുമ്പ് അല്ലാഹു പഠിപ്പിക്കുന്നു, അൽ വസിയ്യത്തു ലിൽ വാലിദൈൻ, അവർക്ക് കൊടുക്കണം. എന്നാൽ അനന്തരാവകാശ നിയമം വന്നു. അനന്തരാവകാശ നിയമം വന്നതിൻ്റെ ശേഷം മാതാപിതാക്കൾക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല, സന്താനങ്ങൾക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല. അനന്തരാവകാശികളായ ഒരാൾക്കും വസിയത്ത് ചെയ്യാൻ പാടില്ല. അനന്തരാവകാശത്തിൻ്റെ നിയമം വന്നു. ഇന്നല്ലാഹ ഖദ് അഅത കുല്ലദീ ഹഖ്ഖിൻ ഹഖ്ഖഹു ഫലാ വസിയ്യത ലിവാരിസിൻ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് അബൂ ദാവൂദ് തുർമുദി ഒക്കെ ഉദ്ധരിച്ചതായിട്ട് കാണാൻ കഴിയും. അല്ലാഹു തആല ഓരോ അവകാശിക്കും അവന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. ഇനി അനന്തരാവകാശികൾക്ക് വേണ്ടി നിങ്ങൾ ആരും വസിയത്ത് ചെയ്യരുത്. അതുകൊണ്ട് ഈ വസിയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കുള്ളതാ? അനന്തരാവകാശികൾക്ക് പാടില്ല എന്ന് പറഞ്ഞു. വാപ്പക്ക് വസിയത്തില്ല, ഉമ്മക്ക് വസിയത്തില്ല, അങ്ങനെ ആർക്കും വസിയത്തില്ല. പിന്നെ ആർക്കാപ്പത്? അതിൻ്റെ മറുപടി, വസിയത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബക്കാരിൽ നിന്ന്, അല്ലെങ്കിൽ കുടുംബക്കാരല്ലാത്തവരിൽ നിന്ന്, അയൽവാസികളാവാം, മറ്റാരുമാകാം. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അനന്തരം എടുക്കാത്തവരുണ്ടാകും.
അനന്തരം എടുക്കാത്ത ആളുകൾ കുടുംബത്തിലുണ്ട്. കുടുംബക്കാർക്ക് എല്ലാവർക്കും അനന്തരാവകാശം ഉണ്ടാവില്ല, നിങ്ങൾക്കറിയാമല്ലോ. അനന്തരം എടുക്കാത്ത കുടുംബക്കാരായ ആളുകൾ അവർ നമ്മളുമായി വലിയ നിലക്ക് ബന്ധപ്പെട്ടവരായിരിക്കും, നമ്മളെ ഹോസ്പിറ്റലിൽ പരിചരിച്ചവരായിരിക്കും, നമ്മെ കുടുംബത്തിൽ വലിയ കാര്യമുള്ളവരായിരിക്കും, നമ്മെ സ്നേഹിച്ചവരായിരിക്കും. പക്ഷെ അള്ളാഹുവിൻ്റെ കിതാബിൽ അവർക്ക് ഓഹരിയില്ല എന്ന് കരുതിയിട്ട് അവരെ മാറ്റി നിർത്താൻ പാടില്ല. എൻ്റെ സ്വത്തും മുതലൊക്കെ എൻ്റെ കെട്ടിയോക്കും കുട്ടിയേക്കും എന്ന സിദ്ധാന്തം ശരിയല്ല എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. പക്ഷേ അത് ഞാൻ നിങ്ങളെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല. പക്ഷേ അത് പുണ്യകർമ്മമാണ്. അത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത്തരം നിങ്ങളെ സ്വത്ത് കിട്ടേണ്ട ആളുകളുണ്ടാകും. മരിക്കുന്നതിൻ്റെ മുമ്പ് അവർക്ക് വേണ്ടി വസിയത്ത് ചെയ്യാം. ചിലപ്പോൾ കുടുംബത്തിലൊന്നും പെട്ട ആളായിക്കൊള്ളുന്നില്ല, കുടുംബത്തിലൊന്നും പെട്ട ആളാവില്ല. അയൽവാസികളുണ്ടാകും, നമ്മളോട് നല്ല നിലയിൽ വർത്തിച്ച അയൽവാസികളുണ്ടാകും, അവരോട് നമുക്ക് വലിയ കടപ്പാടുകൾ ഉണ്ടാകും. നമുക്ക് സമ്പത്തുണ്ട് എങ്കിൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം വസിയത്ത് ചെയ്യണം അവർക്ക് വേണ്ടി. അവരോട് മരിച്ചതിൻ്റെ ശേഷം നമ്മൾ കാരുണ്യം കാണിക്കണം. അതുപോലെ പള്ളികളുണ്ടാകും, മദ്രസകളുണ്ടാകും, നാട്ടിലെ യതീം കുട്ടികളുണ്ടാകും, മുസ്ലിമീങ്ങളുടെ പൊതുവായ കാര്യങ്ങളുണ്ടാകും. അതിനൊക്കെ വേണ്ടി വസിയത്ത് ചെയ്യണം. ആ വസിയത്ത് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ എപ്പോഴാണോ മരിക്കുന്നത് ആ മരിച്ചത് മുതൽ അവരതിൻ്റെ ഉടമസ്ഥന്മാരായി മാറി. എത്രത്തോളം എന്നറിയുമോ? അനന്തര സ്വത്ത് കൊടുക്കുന്നതിൻ്റെ മുമ്പ് വസിയത്ത് കൊടുത്തുകൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിൽ അനന്തര സ്വത്തിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഇടയിൽ പറയാൻ യൂസിക്കുമുല്ലാഹു, അനന്തരാവകാശ നിയമം ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് സംസാരിക്കും. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയല്ല. അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് വന്ന 2 വലിയ ആയത്തുകളിൽ 4 പ്രാവശ്യം അല്ലാഹു വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ നിസാഇൻ്റെ 10, 11, 12 സൂക്തങ്ങളിൽ 2 വലിയ സൂക്തങ്ങളിൽ 4 പ്രാവശ്യമായിട്ട് അല്ലാഹു തആല വസിയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മിംബാദി വസിയത്തിൻ യൂസി ബിഹാ ഔ ദൈൻ, അനന്തരാവകാശികൾക്ക് അവരുടെ അവകാശം എടുക്കേണ്ടത് എപ്പോഴാണ്? വസിയത്ത് നീക്കിവെച്ചതിൻ്റെ ശേഷം, അതുപോലെ മയ്യത്തിൻ്റെ കടബാധ്യതകൾ നീക്കിവെച്ചതിൻ്റെ ശേഷം. അപ്പോൾ ഒരു വേള അനന്തരാവകാശികൾക്കുള്ള അനന്തരം കൊടുക്കുന്നതിന് മുമ്പേ തന്നെ വസിയത്തുകളുണ്ടോ എന്ന് നോക്കണം. വേറെ തൊട്ടുശേഷമുള്ള ഒരു സൂക്തത്തിൽ 3 തവണ അല്ലാഹു തആല പറഞ്ഞു മിംബാദി വസിയത്തിൻ യൂസീന ബിഹാ ഔ ദൈൻ. അത് കഴിഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു മിംബാദി വസിയത്തിൻ തൂസൂന ബിഹാ ഔ ദൈൻ. അത് കഴിഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു മിംബാദി വസിയത്തിൻ യൂസാ ബിഹാ ഔ ദൈനിൻ ഗൈറ മുളാർ. 3 വട്ടമാണ് ഒരു ആയത്തിൽ പറയുന്നത്. ഒറ്റ ആയത്തിൽ 3 വട്ടം പറയാണ് നിങ്ങളെ സമ്പത്ത് അനന്തരാവകാശികളുടെ വിഹിതം അവർ വിഹിതം ചെയ്ത് എടുത്തു കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പ് വസിയത്ത് നീക്കി വെക്കണം. എത്രത്തോളം? കടത്തെക്കുറിച്ച് പറയുന്നത് പോലും വസിയത്ത് കഴിഞ്ഞിട്ടാ. എല്ലാവർക്കും അറിയാം മയ്യത്തിൻ്റെ സ്വത്തിൽ നിന്ന് ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് കടാണ്. കടം വീട്ടിയിട്ടേ മയ്യത്തിൻ്റെ കഫൻപുട പോലും വാങ്ങാൻ പാടുള്ളൂ എന്നാണ് പല മദ്ഹബുകളും പറയുന്നത്. ഷാഫി മദ്ഹബിൽ അങ്ങനെ ഇല്ലെങ്കിലും, എന്നാൽ ഈ കടം പോലും അല്ലാഹ് പറയുന്നത് വസിയത്തിൻ്റെ ശേഷമാണ്. നിങ്ങൾ കേട്ടില്ലേ? മിംബാദി വസിയത്തിൻ യൂസാ ബിഹാ ഔ ദൈൻ. അത് കഴിഞ്ഞിട്ടാണ് കടം പറയുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? അത് പറയാൻ പല കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നു. ഒന്ന്, കടം ആൾക്കാർ ചോദിച്ചിങ്ങോട്ട് വരും. മരിച്ച മയ്യത്തിൻ്റെ അടുക്കുന്ന എനിക്ക് 2 ലക്ഷം ഉറുപ്പിക കിട്ടാണ്ട് അങ്ങോട്ട് തരീന്ന് പറഞ്ഞ ആൾക്കാർ ചോദിച്ചു വരും. വസിയത്ത് ചോദിച്ചു വരില്ല, ആൾക്കാർക്ക് മടിയാ. എനിക്കൊരു 50,000 ഉറുപ്പിക മൂപ്പര് വസിയത്ത് ചെയ്തിന് അങ്ങോട്ട് തരീന്ന് ഞാൻ പോയി ചോദിക്കൂല. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കണ്ട, അല്ലാഹ് ചോദിക്കുന്നുണ്ട്, കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് വസിയത്തിനെ അല്ലാഹു കടത്തിൻ്റെ മുമ്പ് പറഞ്ഞു, അനന്തരാവകാശത്തിൻ്റെ മുമ്പ് പറഞ്ഞു. വസിയത്തിൻ്റെ പ്രാധാന്യമാണ് അത്. എത്ര വസിയത്ത് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞു 3-1. വസിയത്ത് എന്ന് പറയുന്ന സംഗതി 3-1 ചെയ്യാൻ പറ്റുള്ളൂ. ദാനധർമ്മങ്ങൾ അങ്ങനെയല്ല. ദാനധർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയും. ദാനധർമ്മങ്ങൾ എത്രയും കൊടുക്കാം. ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ സ്വത്ത് മുഴുവനും, എൻ്റെ പുരയും പറമ്പ് മുഴുവനും എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ പേരിൽ കൊടുക്കാം. പക്ഷേ സ്വന്തം മക്കൾക്ക് കൊടുക്കുമ്പോൾ ഒരു നിയമമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, സ്വന്തം മക്കൾക്ക് വേണ്ടി പുരയും പറമ്പും ജീവിതകാലത്ത് കൊടുക്കുമ്പോൾ തുല്യമായിട്ട് കൊടുക്കണം. അതേ സമയത്ത് സ്വന്തം മക്കളല്ലാത്ത പുറത്തുള്ള ഏതൊരാൾക്കും
മുസ്ലിമായ ഏതൊരാൾക്കും എൻ്റെ സർവ്വ സമ്പത്തും എനിക്ക് കൊടുക്കാം, തുല്യമായിട്ടും കൊടുക്കാം, അല്ലാതെയും കൊടുക്കാം. പക്ഷെ അങ്ങനെ ആരും കൊടുക്കും? അങ്ങനെ ആരും കൊടുക്കൂല. അതുകൊണ്ട് തന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ പൊരിമ്പറമ്പ് മുഴുവൻ ഞാൻ എൻ്റെ ജീവിതകാലത്ത് വേറൊരാൾക്ക് മുഴുവനാണ് കൊടുക്കണമെങ്കിൽ ഞാൻ തലക്ക് വെളിവില്ലാത്തവനാണ്. കാരണം ഞാൻ പിന്നെ അവിടെ കിടക്കുക. അപ്പം അതുകൊണ്ട് ജീവിതകാലത്ത് ആരും സൗജന്യമായി അവരവരുടെ സമ്പത്ത് കൊടുക്കുകയില്ല. എന്നാലോ മരിച്ചാൽ കൊടുക്കും. കാരണം എന്താ? ഞാൻ ഏതായാലും മരിക്കുക. ഇനിയിപ്പോൾ എൻ്റെ ഈ സ്വത്തും മുതലൊക്കെ പാടെ ഈ കള്ളുടിയന്മാരായ അല്ലെങ്കിൽ ഈ തോന്നിവാസം നടത്തുന്ന ഈ മക്കൾക്ക് പോകുന്നത് ശരിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവനവൻ്റെ സമ്പത്തുക്കൾ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് മറ്റുള്ള ആളുകൾക്ക് മുഴുവനമായിട്ടും കൊടുക്കാനുള്ള ഒരു പ്രവണത മനുഷ്യനുണ്ടാകും. അതുകൊണ്ട് തന്നെ പറഞ്ഞു, അള്ള പറഞ്ഞു പറ്റൂല, നിങ്ങളെ മകൻ കള്ളുടിയാനാന്ന് കരുതിയിട്ട് അനന്തരം മുടക്കാൻ പറ്റൂല. അനന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനത് പറയും, എൻ്റെ മകൻ പിന്നെ ഖുർആൻ ഓതുന്നില്ല, അതുകൊണ്ട് ഞാൻ അനന്തരം കൊടുക്കൂല. അല്ലെങ്കിൽ എൻ്റെ മകൻ മറ്റേ പാർട്ടിയിലാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. സംഘടന മാറിപ്പോയി, ഓൻ്റെ ആദർശം മാറിപ്പോയി, അതുകൊണ്ട് ഞാൻ എൻ്റെ അനന്തരം ഓന് കൊടുക്കൂല എന്ന് പറയുന്ന വില്ലന്മാരുണ്ട്. പാടില്ല. ബാപ്പനെ അനുസരിക്കാത്തവനാണ്, ഉമ്മനെ അനുസരിക്കാത്തവനാണ്. അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും വേർതിരിച്ചു കൊടുക്കാനുള്ളതല്ല. അനന്തരം മക്കൾ എന്ന മാത്രം പേരിൽ കൊടുക്കാനുള്ളതാണ്. മുസ്ലിമായ മകനാണോ അവന് കൊടുത്തോളണം. എന്നാൽ വസിയത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ ചിലപ്പോൾ ഉണ്ടാവും. കാരണം ഏതായാലും ഞാൻ മരിക്കല്ലേ, ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇട്ട് പോയിട്ട് എന്താ കാര്യം? അങ്ങനെ നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. പരിശുദ്ധ മക്കയിലേക്ക് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഹജ്ജത്തുൽ വദാഇൽ വന്നു. മുഹമ്മദ് റസൂലുള്ളാഹിൻ്റെ കൂടെ വരുന്നു. ഹിജ്റ 9-ാമത്തെ വർഷം മക്കയിലേക്ക് വരികയാണ്. നിങ്ങൾക്കറിയാലോ ഹജ്ജത്തുൽ വദാഇ. അങ്ങനെ വന്നപ്പോൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് ഭയങ്കര കലശലായ രോഗം വന്നു. സഅദിനെ നിങ്ങൾക്കറിയാം, പരിശുദ്ധ ഇസ്ലാമിലെ 3-ാമത്തെ മെമ്പർ അല്ലെങ്കിൽ 4-ാമത്തെ മെമ്പർ റസൂലുള്ളാഹിന്റെ ഉമ്മയുടെ കുടുംബക്കാരനാണ്. പരിശുദ്ധ ഇസ്ലാമിൽ ആദ്യമായി അമ്പെയ്ത മനുഷ്യനാണ്. സഅദ് ഇബ്നു അബീ വഖാസിന് രോഗമായപ്പോൾ സഅദിന് പേടിയായി. പടച്ചോനെ, ഹിജ്റ പോയവരാണ് നമ്മൾ, ഹിജ്റ പോയിട്ട് രണ്ടാമത് മക്കത്തേക്ക് തന്നെ വന്നല്ലോ, മക്കത്ത് നിന്ന് മരിക്കുന്നത് ശരിയില്ല. ഹിജ്റ പോയ ആളുകൾ മക്കത്ത് വന്ന് മരിക്കരുത്. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കർമ്മമാണ് ഹിജ്റ. ചില ആൾക്കാരുണ്ട് ഇവിടെ പറയും, ഞാൻ അതിൻ്റെ ഇടക്ക് പറയാണ്, എൻ്റെ വിഷയമല്ല. എന്താണെന്നറിയോ? മക്കത്തുനിന്ന് സഹാബികൾ മദീനയിലേക്ക് പോയി, എന്നിട്ട് ആരെങ്കിലും അവിടുന്ന് തിരിച്ചു വന്നോ എന്ന് പറഞ്ഞിട്ട് സൂഫിസം തലയിലേക്ക് കുത്തിക്കയറ്റുന്ന സൂഫികളുണ്ട് ഇവിടെ. ഞാൻ പറയുന്നു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിട്ട് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരാത്തത് മക്കയേക്കാളും പുണ്യം മദീനയായതുകൊണ്ടാണ്. മദീനയാണ് എല്ലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ അടുക്കൽ തന്നെ ചുറ്റിപ്പറ്റി കൂടലാണ് എല്ലാവരും എന്ന് പറയുന്നവരുണ്ട് ഇവിടെ. വിവരമില്ലായ്മയുടെ പേരിൽ പറയുന്നു. ഞാൻ പറയുന്നു, പരിശുദ്ധ മക്കയിലേക്ക് അവർ തിരിച്ചു വരാത്തത് അതുകൊണ്ടല്ല, മറിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കർമ്മമായിരുന്നു ബാദൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ ശേഷം അവർ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രയാസപ്പെട്ട കർമ്മം അൽ ഹിജ്റതു മാ റസൂലില്ലാ, അൽ ഹിജ്റതു ഇലാ റസൂലില്ലാ, അല്ലാഹുവിൻ്റെ റസൂലുള്ള സ്ഥലത്തേക്ക് ഹിജ്റ പോവുക എന്നത്. ആ ഹിജ്റ ബാത്തിലായി പോകും. പോയ നാട്ടിൽ തന്നെ വന്നാൽ, ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് പ്രയാസവും ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് ഹിജ്റ പോയി, അത് വലിയ അമലാണ്. ഇനി രണ്ടാമത് കോഴിക്കോട്ട് നിന്ന് നാട്ടിൽ തന്നെ വരിക, അപ്പം ചെയ്ത അമലുകൾ പൊളിഞ്ഞുപോയി. അതുകൊണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് പറഞ്ഞു, നബിയേ, ഞാൻ ഈ മക്കയിൽ വെച്ച് മരിച്ചു പോകുമോ എന്ന് പേടിക്കുന്നുണ്ട്. വഅൻത തഅലമു മാ ഖദ് ബലഗ ബിയ, എൻ്റെ രോഗം നിങ്ങൾക്കറിയാമല്ലോ നബിയേ എന്ന് പറഞ്ഞിട്ട് സഅദ് പറയാണ്, നബിയേ വഅന ദൂ മാൽ, എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട് നബിയേ. വലാ തരിസുനി ഇല്ലാ ഇബ്നത്തുല്ലി, എനിക്കൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. എൻ്റെ അനന്തരമെടുക്കാൻ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ഒരു പെൺകുട്ടി മാത്രമായാൽ സ്വത്ത് മുഴുവൻ അനന്തരമായിട്ട് കൊണ്ടുപോകൂല, നിയമമാണ്. അദ്ദേഹത്തിന് അത് അറിയാം. അതുകൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹിനോട് ചോദിച്ചു, അഫ ഊസീ ബിസുലുസൈ മാലി, നബിയെ, എൻ്റെ സ്വത്തിൻ്റെ 2/3 ഭാഗം ഞാൻ വസിയത്തായിട്ട് കൊടുക്കട്ടെയോ? ഖാല ലാ, പറ്റൂല. സ്വത്തിൻ്റെ 2 ഭാഗം വസിയത്ത് കൊടുക്കാൻ പറ്റൂല. പിന്നെ അദ്ദേഹം ചോദിച്ചു, അഫ ഊസീബി ശത്രി മാലി, എൻ്റെ സ്വത്തിൻ്റെ നേർപകുതി ഞാൻ വസിയത്തായിട്ട് കൊടുക്കട്ടെയോ? ഖാലല, പകുതിയും കൊടുക്കാൻ പാടില്ല, വസിയത്ത് കൊടുക്കാൻ പാടില്ല, ദാനം കൊടുക്കാം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അഫ ഊസീബി സുലുസി മാലി, എൻ്റെ സ്വത്തിൻ്റെ 1/3 കൊടുക്കട്ടെയോ നബിയെ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അസ്സുലുസു
വസ്സുലുസു കസീർ. ഓക്കെ, 1/3 കൊടുക്കാം. 1/1 തന്നെ ധാരാളമാണ്. ഈ ധാരാളമെന്ന് പറഞ്ഞിട്ട് അർത്ഥം എന്താ? അതിനെക്കാട്ടി കുറച്ച് കുറക്കാണ് നല്ലത്. അങ്ങനെ 1/1 കൊടുക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് ഇബ്നു അബീ വഖാസിനോട് കൽപ്പന കൊടുക്കുകയാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, സഅദേ, സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ തൽക്കാലം ഇവിടുന്ന് മരിക്കൊന്നുമില്ല. നിങ്ങൾ മക്കത്തുനിന്ന് മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഇങ്ങനെ വസിയത്ത് പറയാൻ പോകുന്നത്? ലഅല്ലല്ലാഹ യൻഫഅ ബിക ഖൗമൻ വയദുറ ബിക ആഖരീൻ. നിങ്ങൾ മരിക്കാനായിട്ടില്ല, നിങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ് തരും. അല്ലാഹു നിങ്ങളെ കൊണ്ട് ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഉപകാരം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കാരണം കൊണ്ട് ഒരുപാട് ആളുകളെ പരാജയപ്പെടുത്തണമെന്നും അല്ലാഹു ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഅദ് ഇബ്നു അബീ വഖാസ് പിന്നെയും ജീവിച്ചു. ഹിജ്റ 55-ാമത്തെ കൊല്ലം വരെ ജീവിച്ചു. ഹിജ്റ 55-ാമത്തെ കൊല്ലം മരിക്കുന്നതിന് മുമ്പാണ് സഅദ് ഇബ്നു അബീ വഖാസ് ലോകത്തെ ഏറ്റവും വലിയ ശത്രു കേന്ദ്രമായ പേർഷ്യയിലെ യസ്ദുജുർദിന്റെ കൊട്ടാരം വെട്ടിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിക സാമ്രാജ്യത്തിലേക്ക് ലയിപ്പിക്കുന്നത്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സഅദേ, നിങ്ങളെ കൊണ്ട് കുറെ ആളുകൾക്ക് ഉപകാരം കിട്ടണം, നിങ്ങളെ കൊണ്ട് കുറെ ആളുകൾക്ക് ശല്യം ഉണ്ടാവണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിപ്പം മരിക്കൂല. പറഞ്ഞതിൻ്റെ അർത്ഥം 1/1 മാത്രമേ വസിയത്ത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ളൂ. അത് നമ്മൾ വസിയത്തായിട്ട് കൊടുക്കണം. അതിലപ്പുറം ചെയ്യാൻ പാടില്ല. 1/1 വസിയത്ത് ചെയ്യുന്നത് മഹാപാതകമാണ്. അനന്തരാവകാശികളുടെ അവകാശം മുടക്കിക്കൊണ്ടുള്ള വസിയത്ത് ചെയ്യാൻ പാടില്ല. അത് വലിയ പാതകമാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനതിലേക്ക് നീട്ടി പ്രസംഗിക്കുകയല്ല. അപ്പം 1/1 വസിയത്തായിട്ട് നമ്മൾ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യമാരോടോ നമ്മുടെ കുട്ടികളോടോ അവരോട് പറയാം. 1/1 എന്നുള്ള ആ കണക്ക് പറയലല്ല നല്ലത്. കാരണം ആ കണക്ക് പറഞ്ഞാൽ അത് കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടി ഉണ്ടാക്കുവാനൊക്കെ വലിയ പ്രയാസമാണ്, സമയം കുറേ പിടിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു സംഖ്യ പറയുക, ഏകദേശം ഒരു നിഗമനം. എനിക്കിപ്പോൾ ഏകദേശം ഒരു 9 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്, ഞാൻ അതിലൊരു 2 ലക്ഷം ഉറുപ്പ്യ വസിയത്തായിട്ട് എഴുതി വെക്കുന്നു. ആ വസിയത്ത് നടപ്പിലാക്കേണ്ടത് ജീവിക്കുമ്പോഴല്ല, മരിച്ചു കഴിഞ്ഞിട്ടാ. അവസാനത്തെ ശ്വാസം പോയി കഴിഞ്ഞാൽ ആ വസിയത്ത് സമ്പത്ത് ആർക്ക് വേണ്ടിയാണോ വസിയത്ത് ചെയ്തിട്ടുള്ളത് അവർക്ക് അങ്ങോട്ട് കിട്ടും. മരിക്കുന്നത് വരെ അത് തൊടാൻ പറ്റൂല. മരിക്കുന്നത് വരെ അത് എൻ്റെ തന്നെ അവകാശം. മാത്രമല്ല, മരിക്കുന്നതിന് മുന്നേ അത് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശം പോലെ എനിക്കുണ്ട്. ഞാൻ 2 ലക്ഷം ഉറുപ്പ്യ വസിയത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത്? പള്ളിക്ക് അല്ലെങ്കിൽ അയൽവാസിക്ക്. ഞാനത് ക്യാൻസൽ ചെയ്യുന്നു, ഒരു കുഴപ്പവുമില്ല, ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ആ 2 ലക്ഷം രൂപ വസിയത്ത് എപ്രകാരമാണോ പറഞ്ഞിട്ടുള്ളത് അപ്രകാരം തന്നെ കൊടുക്കണം. അനന്തരാവകാശികൾക്ക് തൊടാനുള്ള അവകാശം അതിലില്ല. 2/3 ഉള്ളിൽ വരുന്ന സംഗതിയിലാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തെറ്റായ കാര്യങ്ങൾക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല, അനീതിക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല. ഫമൻ ബദ്ദലഹു ബഅദമാ സമീഅഹു ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂനഹു ഇന്നല്ലാഹ സമീഉൻ അലീം. വസിയത്തിൽ അക്രമം കാണിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് അല്ലാഹു പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ ഔ ഇസ്മൻ ഫഅസ്ലഹ ബൈനഹും ഫലാ ഇസ്മ അലൈഹി. അങ്ങനെ ആരെങ്കിലും തെറ്റായ രീതിയിൽ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ കൊണ്ടുവരാനുള്ള അവകാശം അനന്തരാവകാശികൾക്കുണ്ട്. തെറ്റായ രീതിയിൽ വസിയത്ത് എന്ന് പറഞ്ഞാൽ ഹറാമായ കാര്യങ്ങൾക്ക് വസിയത്ത് ചെയ്യും, ബിദ്അത്തിന് വസിയത്ത് ചെയ്യും. ബിദ്അത്തായ കാര്യങ്ങൾക്ക് വസിയത്ത് ചെയ്യുന്നവരുണ്ട്, ജാറം കെട്ടാൻ വസിയത്ത് ചെയ്യുന്നവരുണ്ട്, ജാറം മൂടാൻ വസിയത്ത് ചെയ്യുന്നവരുണ്ട്, ഖബർ കെട്ടിപ്പൊക്കാൻ വസിയത്ത് ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് പറയുക എന്നതിൻ്റെ പേരിൽ കള്ളക്കഥകളും കെട്ടുകഥകളും നുണയും പറയുന്ന ഏടുകളും നൂലാമാലകളും കൊണ്ടുവന്നുകൊണ്ട് എല്ലാ റബീഉൽ അവ്വലും ഇത് ഓതണം എന്ന് പറയാൻ വേണ്ടി, അതിനുവേണ്ടി എൻ്റെ പറമ്പിൻ്റെ ഒരു മൂല വസിയത്ത് ചെയ്തെന്ന് പറയുന്നവരുണ്ട്. ആ വസിയത്തൊന്നും നടപ്പാക്കാൻ പാടില്ല. ആ വസിയത്ത് ചെയ്തത് വിവരമില്ലാതെ ചെയ്തു പോയതാണെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും. പക്ഷേ വിവരമുള്ള അനന്തരാവകാശികൾ ആ വസിയത്ത് ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് നല്ല രീതിയിലേക്ക് ആ വസിയത്തിനെ തിരിച്ചുവിടണം. ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി, ഖുർആൻ ഹിഫ്ളാക്കാൻ വേണ്ടി, ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി, തജ്വീദ് പഠിപ്പിക്കാൻ വേണ്ടി, പള്ളി ഉണ്ടാക്കാൻ വേണ്ടി, അത്തരം കാര്യങ്ങൾക്ക് എല്ലാം ആ വസിയത്തിനെ നീക്കം ചെയ്യുക എന്നല്ലാതെ തെറ്റായ കാര്യങ്ങൾക്ക് ആരെങ്കിലും വിവരമില്ലാത്തതിൻ്റെ പേരിൽ വസിയത്ത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ വസിയത്തിനെ അനന്തരാവകാശികൾ ഒരു നിലക്കും നടപ്പിൽ വരുത്താൻ പാടില്ല. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ വസിയത്തുമായി ഞാൻ ചുരുക്കി പറയുകയാണ്. വസിയത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഗണിക്കണം.
കാരണം അബ്ദുല്ലാഹിബിൻ ഉമറിനോട് പറഞ്ഞ ഹദീസ് കേട്ടിട്ടില്ലേ, മാ ഹഖ്ഖുംറിഇൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന് ചേർന്നതല്ല, ലഹു ഷൈഉൻ യൂസി ഫീഹി, അവന് വസിയത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന വല്ല സമ്പത്തും ഉണ്ടെങ്കിൽ എന്ത്, അൻ യബീതു ലൈലതൻ ഔ ലൈലതൈൻ ഇല്ലാ വസിയതുഹു മക്തൂബത്തുൻ ഇൻദഹു. എന്താ അവിടെ പറഞ്ഞത്? എന്തൊരു ഗൗരവമായി പറഞ്ഞത്. ഒരു ദിവസം, ഒരു രാത്രി, അല്ലെങ്കിൽ 2 രാത്രിയിലധികം ഒരാൾക്ക് കഴിഞ്ഞു പോകാൻ പാടില്ല അവന് വസിയത്ത് പറയാതെ. ഇത്ര ഗൗരവമാണിത്. അതുകൊണ്ടാണ് ഇത് കേട്ട അബ്ദുല്ലാഹിബിൻ ഉമർ പറഞ്ഞത് റളിയല്ലാഹു അൻഹുമ, ഈ ഹദീസ് കേട്ടതിൻ്റെ ശേഷം ഒരു രാത്രി പോലും എനിക്ക് കഴിഞ്ഞു പോയിട്ടില്ല എൻ്റെ വസിയത്ത് എൻ്റെ അടുക്കലുണ്ടായിട്ടല്ലാതെ. അത് വായ കൊണ്ട് പറഞ്ഞാൽ മതി. പക്ഷെ വായ കൊണ്ട് പറയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് 2 സാക്ഷികൾ കേൾക്കണം. ഈ സാക്ഷികളൊക്കെ പിന്നീട് ചിലപ്പോൾ കൂറുമാറും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ കൈപ്പടയിൽ എഴുതി വെക്കുക. എന്നിട്ട് എഴുതി വെച്ച കൈപ്പട വസിയത്ത് ഉത്തരവാദപ്പെട്ട എൻ്റെ അനന്തരാവകാശികളിൽ കുറേ ആളുകൾക്ക് പറഞ്ഞു കേൾപ്പിക്കുക, എൻ്റെ വസിയത്താണ് ഇത്. വസിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം നിങ്ങളാരും ഇപ്പം പേടിക്കണ്ട, ഈ തേങ്ങയും അടക്കിയൊക്കെ നിങ്ങൾക്കുള്ളത് തന്നെ. പക്ഷെ എൻ്റെ മരണശേഷം ഈ പറഞ്ഞ വസിയത്ത് ഞാൻ ആർക്ക് വേണ്ടിയാണോ പറഞ്ഞത് അവർക്ക് വേണ്ടി കൊടുക്കണം, അത്രേ അതിനർത്ഥമുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള 2/3 ഭാഗം അതിലപ്പുറമുള്ളത് നിങ്ങൾക്കുള്ളതാണ്. കാരണം ഈ സ്വതക്കത്തും ജാരിയ എന്ന് പറഞ്ഞല്ലോ, ഒരു മനുഷ്യന് ഒരിക്കലും മുറിയാത്ത കർമ്മമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് ഒന്ന് സ്വതക്കത്തും ജാരിയ ആണ്. ഈ സ്വതക്കത്തും ജാരിയ എന്ന് പറയുന്നതിന് വഖഫ് എന്ന രൂപമുണ്ട്. വഖഫിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ വസിയത്തും അതിൽ എണ്ണപ്പെടണമെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്തിന്, എന്നാൽ ആ സ്വത്തിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നില്ല, മരിക്കുന്നത് വരെ ആ സ്വത്ത് എൻ്റെ കയ്യിലാണ്. മരിക്കുന്ന സ്പോട്ട് മുതൽ ആ സ്വത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായി. ആർക്ക് വേണ്ടിയാണ് വസിയത്ത് പറഞ്ഞിട്ടുള്ളത്? അവർക്ക് വേണ്ടിയായി. അപ്പോൾ അത് ജാരിയായ സ്വതക്കയായിട്ട് ഇങ്ങനെ എൻ്റെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതേസമയത്ത് ഒരു വസിയത്തും ചെയ്തില്ല, അനന്തര സ്വത്ത് മുഴുവനും അനന്തരാവകാശികൾ വിഹിതം ചെയ്തെടുത്തു കൊണ്ടുപോയി. അവർ വാപ്പയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂല എന്ന് ഞാൻ പറയണില്ല. എന്തെങ്കിലുമൊക്കെ ഒരു 10 കിലോ അരിയോ അല്ലെങ്കിൽ ഒരു 500 രൂപയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് തോന്നുന്ന രീതിയിലൊക്കെ ചെലവഴിക്കുമെന്നല്ലാതെ അത് ഒരു യഥാർത്ഥ ജാരിയായ സ്വതക്കയുടെ രൂപത്തിലാകുന്നില്ല, പിതാവിൻ്റെ പരലോക ഗുണത്തിന് വേണ്ടി ഉപയുക്തമാകുന്ന രീതിയിലാകുന്നില്ല. അതുകൊണ്ടെല്ലാം നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഔദാര്യമാണ്. നിങ്ങളുടെ അനന്തര സ്വത്തിൽ അനന്തരാവകാശികൾക്ക് പോലും കൈവക്കാൻ പറ്റാത്ത ഒരു ശതമാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്, 1/3. അത് നിങ്ങൾ കരുതലോടുകൂടി പരലോകത്ത് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിന്, പള്ളികൾക്ക്, മദ്രസകൾക്ക്, നിങ്ങളുടെ കുടുംബത്തിൽ അനന്തരം ലഭിക്കാത്തവർക്കും ഒക്കെ വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം. ഈ ചിന്തിക്കാൻ വേണ്ടിയാണ് ഒരു രാത്രി 2 രാത്രി തന്നത്. ലൈലത്തൻ ഔ ലൈലത്തെ എന്ന് പറഞ്ഞില്ലേ, ഒരു രാത്രി 2 രാത്രി. പണ്ഡിതന്മാർ പറഞ്ഞതിന് 2 രാത്രിയൊക്കെ വേണ്ടി ആലോചിക്കണ്ടേ ആർക്കത് കൊടുക്കേണ്ടത് എന്ന്. നിങ്ങൾ നോക്കി, ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വസിയത്തിന് ഇല്ലാത്തതുകൊണ്ട് വരുന്ന ഒരു പ്രശ്നം, ഒരാൾക്ക് 2-3 കുട്ടികളുണ്ട്, അദ്ദേഹം കോടീശ്വരനാണ്. കോടീശ്വരനായ ഒരാൾ, അദ്ദേഹത്തിന് 3 കുട്ടികളുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 കുട്ടികൾ വലിയ സമ്പന്നന്മാരാണ്. 2 കുട്ടികളും സമ്പന്നന്മാരാ. 3ാമത്തെ കുട്ടി ഒരു പാവമാണ്, സമ്പത്തൊന്നുമില്ല. ഇവർക്കൊക്കെ പേരക്കുട്ടികളുണ്ട്. ഇയാൾ മരിച്ചുപോയി, വാപ്പ മരിക്കുന്നതിന് മുമ്പ് പാവപ്പെട്ട മകൻ മരിച്ചുപോയി. 1ാമത്തെ മകൻ അല്ലെ 2ാമത്തെ മകൻ 3ാമത്തെ മകൻ അയാൾ പാവാണ്, അയാൾക്കുണ്ട് കുട്ടികൾ, അയാൾക്ക് സമ്പത്ത് ഇല്ല, അയാൾ മരണപ്പെട്ടു പോയി. അയാൾ മരിച്ചതിൻ്റെ ശേഷമാണ് കോടീശ്വരനായ പിതാവ് മരിക്കുന്നത്. ഇപ്പോൾ ഈ പിതാവിൻ്റെ സ്വത്തിൽ നിന്ന് ആർക്കൊക്കെ അവകാശം കിട്ടും? ജീവിച്ചിരിക്കുന്ന കോടീശ്വരന്മാരായ ഈ 2 മക്കൾക്കും അവകാശം കിട്ടും, അല്ലേ? കിട്ടിക്കോട്ടെ, നമുക്കൊരു വിരോധമില്ല, അള്ളാഹ് കൊടുത്തതാണ്. എന്നാൽ 3ാമത്തെ പാവപ്പെട്ട ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ പാവപ്പെട്ടവനായിരുന്നു, അവൻ്റെ കുട്ടികൾ യതീമായി കിടക്കുകയാണ്. അവൻ്റെ കുട്ടികൾ യതീമാണ്, അവന് സ്വത്തില്ല. അവൻ വാപ്പ മരിക്കുന്നതിൻ്റെ മുമ്പേ മരിച്ചു പോയതുകൊണ്ട് വാപ്പയുടെ സ്വത്തിൽ നിന്ന് അവന് അവകാശമില്ല. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ എന്തായി? യതീം കുട്ടിയൊക്കെ ഒരു മണ്ണാങ്കട്ടയുമില്ല, കോടീശ്വരന്മാരായ 2 മക്കൾക്ക് അനന്തരാവകാശമുണ്ട്. ഇത് വളരെ മോശമല്ലേ? അവിടെയാണ് ഇവിടെ പല യുക്തിവാദികൾ, കമ്മ്യൂണിസ്റ്റുകാർ പരിഹസിക്കും, നിങ്ങൾക്ക് യതീം കുട്ടിയൊക്കെ സ്വത്തില്ല,
അപ്പുറത്ത് കോടീശ്വരന്മാർക്ക് സ്വത്തുണ്ട്. ഇതല്ലേ നിങ്ങൾ അനന്തരാവകാശ നിയമം എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ വരെയുണ്ട്. പരിഹസിക്കാനിരിക്കട്ടെ, അള്ളാഹു അവൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, അൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖറബീന ബിൽ മാറൂഫ്. നിങ്ങളെ കുടുംബത്തിൽ നിന്ന് അനന്തരമെടുക്കാത്ത ആളുകൾക്ക്, നിങ്ങളെ കുടുംബത്തിൽ നിന്ന് അനന്തരമെടുക്കാത്ത ആളുകൾക്ക് വസിയ്യത്ത് ചെയ്യണമെന്ന് അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ പിതാവ് മരിക്കുന്നതിൻ്റെ മുമ്പ്, പടച്ചോനെ എൻ്റെ ഒരു മകൻ മരിച്ചു പോയിട്ടുണ്ട്, ഓൻ പാവായിരുന്നു, ഓൻ്റെ കുട്ടികൾ യതീം കുട്ടികളാണ്, ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തിൽ നിന്ന് അള്ളാഹു അവർക്ക് അനന്തരം കൊടുത്തിട്ടില്ല. എൻ്റെ മുതലാളിമാരായ 2 കുട്ടികളുണ്ട്, അവരെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോകും. അതുകൊണ്ട് യതീം കുട്ടികളായ എൻ്റെ പേരക്കുട്ടികൾ എൻ്റെ കുട്ടികളാണ്, എൻ്റെ ചോരയിൽ നിന്ന് വന്നവരാണ്, അനന്തരാവകാശം ഇല്ല എന്ന് കരുതിയിട്ട് അവർ പട്ടിണിയാകാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ സ്വത്തിൽ നിന്ന് 1/3 ഭാഗം അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ ഭാഗം എൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി ഞാൻ വസിയത്ത് ചെയ്യുന്നു എന്ന് എഴുതി രേഖപ്പെടുത്തി വെക്കണം. അങ്ങനെ എഴുതി രേഖപ്പെടുത്തി വെച്ചാൽ ആ കുട്ടികൾ വഴിയാധാരാകൂല. തൻ്റെ മൂത്താപ്പക്കും തൻ്റെ എളാപ്പക്കും സമ്പത്ത് കിട്ടുന്ന അതിൻ്റെ മുമ്പ് മൂത്താപ്പയും എളാപ്പയും എൻ്റെ വെല്ലിപ്പാൻ്റെ അനന്തരം കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹു യതീമുകളായ ഞങ്ങൾക്കുള്ള ഓഹരി പരിശുദ്ധ ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളാരെങ്കിലും നടപ്പാക്കലുണ്ടോ? ഇല്ല. കാരണം നമ്മൾ മസല പറയും, എന്താ, ഓൻ അനന്തരമില്ല. ഓൻ അനന്തരല്ലെങ്കിൽ ഓന് വസിയത്തുണ്ട്. വസിയത്ത് കേവലം സുന്നത്ത് എന്ന് പറഞ്ഞ് തള്ളിവിടരുത്. നിയമപ്രകാരം സുന്നത്ത് തന്നെയാണ്, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നിർബന്ധമൊന്നുമല്ല. പക്ഷേ ഇത് നിർബന്ധം പോലെ നമ്മൾ കാണണം. അല്ലെങ്കിൽ ഓല് പരിഹസിക്കും, കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പുറത്തുണ്ട്, അതുപോലെ നിരീശ്വരവാദികളുണ്ട്, അവരെല്ലാവരും കൂടി ഈ സമുദായത്തെ പരിഹസിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണോ വേണ്ടത്? അതുകൊണ്ട് വിവേകത്തോടുകൂടി ബുദ്ധിയോടുകൂടി നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തിക ശേഷിയുള്ളവർ, മാതാപിതാക്കൾ, ഇത് ബാപ്പക്ക് മാത്രമല്ല ഉമ്മക്കും പറഞ്ഞതാ, ഉമ്മക്കുണ്ട് വസിയത്ത്. ബാപ്പ എന്ന് മാത്രം പറയുന്നത് ബാപ്പ ആയതുകൊണ്ടല്ല, മാതാപിതാക്കൾക്ക് മൊത്തം, സമ്പത്തുള്ളവർക്ക് മൊത്തം ഉള്ളതാണ്. കുട്ടികൾക്ക് വസിയത്ത് ചെയ്യാം. എല്ലാവർക്കും സമ്പത്ത് ആർക്കൊക്കെ ഉണ്ട് അതെല്ലാം വസിയത്ത് ചെയ്യാം. ഭൂമി ചെയ്യാം, വസ്ത്രങ്ങൾ ചെയ്യാം, ഗ്രന്ഥങ്ങൾ ചെയ്യാം, അതുപോലെ വാഹനങ്ങൾ ചെയ്യാം, ഒക്കെ ചെയ്യാം. ലഹു ഷൈഉൻ യൂസി ഫീഹി, വസിയത്ത് ചെയ്യാൻ പറ്റിയ വല്ലതും ഓൻ്റെ അടുക്കലുണ്ടെങ്കിൽ ഓൻ ചെയ്യണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും എല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.